മുട്ട ചേർക്കുന്നത് അതിൻ്റെ കൺസിസ്റ്റൻസി നമസ്കാരം, എല്ലാവർക്കും സംസാരം ടി വിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ബിൻസി ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാനും രുചിക്കൂട്ടുകൾ പങ്കുവയ്ക്കാനും കൂടിയാണ്. ബിൻസി ചേച്ചി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡും 2 പിള്ളേരും. എന്ത് ചെയ്യുന്നു? മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കൾ വലിയ ആൾ എൻജിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു. രണ്ടാമത്തെ ആൾ SLC. കുക്കിംഗ് എങ്ങനെ ചേച്ചിക്ക് നല്ല താല്പര്യമുള്ള ഫീൽഡാണോ? എന്താണ് കുക്കിങ്ങിലേക്ക് ഇങ്ങനെ വരാനുള്ളൊരു ഇൻസ്പിറേഷൻ? താല്പര്യമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളുടെ ഒരു കാര്യം കൂടി ആയതുകൊണ്ട് പാചകവും എന്നൊക്കെ പറഞ്ഞപ്പം ഒരു താല്പര്യമുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലോ പാചകത്തിലേക്ക്, വീട്ടിലൊതുങ്ങാതെ ഒരുപാട് ആളുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുപോലെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ വളരെ സന്തോഷം അതിലൊരാളാവാൻ പറ്റിയതിൽ, ചേച്ചിയുടെ കൂടെ ഇങ്ങനെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. നമുക്കിനി പാചകത്തിലേക്ക് കിടക്കാം. ചേച്ചി, എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? നമ്മളിന്ന് ചിക്കൻ 65 ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഉണ്ട്. അത് ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ 65 ഒക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഈ വീടുകളിലൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നത് കാണുന്നതാണ്. പക്ഷേ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ കഴിക്കുമ്പം നമ്മുടെ പല്ലിന് ഭയങ്കര വേദന ഉണ്ടാകുന്ന പോലെ കട്ടിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ചിക്കൻ 65ൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ നമ്മളിന്ന് ചേച്ചി പറഞ്ഞ പോലെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന, ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ചിക്കൻ 65ൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഈ ചിക്കൻ 1 കിലോ ചിക്കൻ ആണ്. ഇത് 65ന് വേണ്ടി കട്ട് ചെയ്ത് വാങ്ങിയതാണ്. അപ്പം നമ്മളിത് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കഴുകണം, അതിൻ്റെ ഉളുമ്പും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി. ഇത് കഴുകി വെച്ചതാണ്. ഇനി ഇതിൽ ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ ഒരു 1.5 ഇഞ്ച് ഇഞ്ചി, 1.5 ഇഞ്ചുള്ള ഇഞ്ചി കഷ്ണം, ഒരു 3-4 ചെറിയുള്ളി, ഇത്ര മതി. ഒരു 4 ചെറിയുള്ളി വേണം. പിന്നെ ഒരു 2-3 പച്ചമുളക് എടുക്കുക. പിന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളി, ഈ 1 കിലോയ്ക്ക് പാകത്തിന് ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ അവസാനം ഇടാനാണ്. പിന്നെ ഒരു മുട്ട വേണം. പിന്നെ കോൺഫ്ലവർ, കറിവേപ്പില, ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, നാരങ്ങ, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മില്ലിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണയാണ്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം അല്ലേ? ഓക്കെ. ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി എടുക്കുക. ഇഞ്ചി കട്ട് ചെയ്യാം. ഇത് ഇഞ്ചി കട്ട് ചെയ്തിടുന്നതാണ് നല്ലത്. പെട്ടെന്ന് അറിഞ്ഞിട്ട് ചെറിയുള്ളി കട്ട് ചെയ്യാം. ഒരു 3-4 ചെറിയുള്ളിയും കൂടി അതിൽ കട്ട് ചെയ്ത് വെക്കാം. എല്ലാം ഒരുമിച്ചാണ്? ഇതെല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് ഇടാം, മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ ഈ 3 പച്ചമുളക് ഇടാം. 3 പച്ചമുളക് ഇടുന്നതുകൊണ്ട് സാധാ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. കാശ്മീരി ചില്ലിയെ ചേർക്കുന്നുള്ളൂ. ഈ പച്ചമുളക് ഇടുന്നതുകൊണ്ട് അധികം പിന്നെ എരിവിൻ്റെ ആവശ്യമില്ല. സാധാ മുളക് പൊടി ആകുമ്പോൾ നല്ല എരിവാവും, അത് നമുക്ക് വേണ്ട. അപ്പം നമ്മൾ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഈ പച്ചമുളകും കുറച്ച് കുരുമുളകും ചേർക്കുന്നുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇഞ്ചിയുടെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും ചുവന്നുള്ളി, പച്ചമുളക്, ഇനി വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ വെളുത്തുള്ളി ഇതിലിടാം. വലിയ വെളുത്തുള്ളി വലുത് മാത്രം കട്ട് ചെയ്യുക, അല്ലാത്തത് അങ്ങനെ ഞങ്ങൾ ഇട്ടാൽ മതി. എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം അല്ലേ? നമുക്ക് പൊടികളും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഈ പൊടികൾ എല്ലാം മിക്സ് ചെയ്യാം. ഇതിന് ആദ്യം ഇത് പൊടി ഇടാം. ഗരം മസാല മുഴുവൻ ഇടണോ? വേണ്ട. എന്താ 1/2 സ്പൂണ്, ഒരു ഇത്ര 1/2 സ്പൂണ് ഗരം മസാല ഇടുക. അതിൽ പെരുംജീരകവും ഏലക്ക, ഗ്രാമ്പൂ എല്ലാം ഇത് ഞങ്ങൾ ഇവിടുന്ന് പൊടിച്ച് തന്നെ വെക്കുന്നതാണ്. അത് 1/2 സ്പൂണ്.
ടീസ്പൂണാണ്. ഓക്കെ. കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണോ. എരിവിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് എരിവ് കുറച്ച് മതിയല്ലോ, അധികം 65-നൊന്നും അധികം എരിവ് വേണ്ടല്ലോ. ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒരു കിലോയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു സ്പൂൺ എടുക്കുന്നത്. ഉപ്പ് ഒരിക്കലും കൂടരുത്, ഒരു ഫ്രൈക്കകത്തും ഉപ്പ് കൂടരുത്. കുറച്ച് കുറഞ്ഞ് നിന്നാലും കുഴപ്പമില്ല, ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ ആകെ ഒന്നിനും പറ്റാതാവും. അതല്ല ചിക്കൻ ഫ്രൈക്കൊന്നും ഉപ്പ് കൂടേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത്രയും മതി. ഇതിന് ഈ ഇത്രയും ചിക്കൻ എമൗണ്ട് ചിക്കന് പാകാണ്. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ് മതി. കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയുടെ ഇത് ഇതിലിടാം. ഒരു നാരങ്ങ എടുക്കും, ഒരു ചെറുനാരങ്ങ എടുക്കണം. കട്ട് ചെയ്തിട്ട് ഈ ഇതിന്റെ കുരു അങ്ങ് കളയണം. കുരു വരരുത്, കുരു ഉണ്ടെങ്കിൽ കയ്പ്പ് വരും. നാരങ്ങ വീഴുമ്പോൾ പ്രത്യേകം കുരു പെടാതിരിക്കാൻ കുരു പെട്ടിട്ടുണ്ടെങ്കിൽ കയ്പുണ്ടാവും. ഒരു നാരങ്ങ മുഴുവൻ അതിൽ ഒഴിച്ചിട്ടുണ്ട്. നാരങ്ങ ഇല്ലാതെ ചിലരൊക്കെ കട്ട തൈര് ഒഴിക്കലുണ്ട്. അപ്പം പുളി വേണം. വിനാഗിരി ചേർക്കാറുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും കുഴപ്പമില്ല. അപ്പൊ നമ്മള് പറഞ്ഞതെല്ലാം പേസ്റ്റ് ആക്കി അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്യാം. ഈ അരച്ചു വെച്ച ഗ്രേവി ഇതിലേക്ക് ചേർക്കാവോ. നന്നായിട്ട് അരയണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് അരയുകയാണെങ്കിൽ അത്ര നല്ലതാണ്. നല്ല പേസ്റ്റാക്കി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് 2 സാധനങ്ങൾ കൂടെ ഇത് ആഡ് ചേർക്കാനുണ്ട്. കോൺഫ്ലവർ അല്ലേ? കോൺഫ്ലവർ. ഇത് ടേബിൾ സ്പൂൺ, ഈ വലിയ സ്പൂണിലാണ്. വലിയ സ്പൂണിൽ 1.5 സ്പൂണ്. 1 കിലോ ചിക്കനിലേക്ക് ഒരു 1.5 സ്പൂണ് കോൺഫ്ലവർ. ഇനി മുട്ടയാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ ഈ കൂട്ടിലേക്ക് മുട്ട ചേർക്കാറുണ്ടോ? മുട്ട ചേർക്കാറുണ്ട്. മുട്ട ചിലർ വേണ്ടാത്തവർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഇതിൻ്റെ മസാലക്കൂട്ടെല്ലാം ഒന്ന് എല്ലാ പിടിക്കാൻ വേണ്ടിയാണ് മുട്ട ചേർക്കുന്നത് അല്ലേ? ഇത് കോഴിമുട്ടയാണിത്. അത് മുഴുവൻ അതിൻ്റെ യോക്കടക്കം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യണം. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ അത് എല്ലാം പിടിക്കുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രം അത് നല്ല സോഫ്റ്റ് ആവുള്ളൂ. 1 മണിക്കൂർ കൂടുതൽ വെക്കാമെങ്കിൽ അത്ര നല്ലത്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അല്ലേ, 1 മണിക്കൂറിൽ അധികം നമ്മൾ വെച്ചു. 1 മണിക്കൂർ കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അത്രയും അതിൽ മസാലയെല്ലാം പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് വരും. ഇനി നമുക്കിത് പൊരിക്കാം. ആദ്യം നമ്മൾ ഇതിങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്, കരിഞ്ഞു പിടിക്കില്ല. നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഇതിൽ ഒഴിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ ചിക്കൻ്റെ ഒഴിക്കണം. ഇത്ര നമ്മളിപ്പോൾ ഒഴിക്കുന്നുണ്ട്. അതിൽ നന്നായിട്ടൊന്ന് എണ്ണ ചൂടാവണേ, തിളയ്ക്കണം. തിളച്ചാലേ ഇട്ടിട്ട് കാര്യമുള്ളൂ. ഇത് തിളയ്ക്കുമ്പോൾ മാത്രം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തിളച്ച് കഴിഞ്ഞിട്ടാണ് പീസ് ഇടേണ്ടത്, അല്ലെങ്കിൽ അത് ശരിയാകത്തില്ല, അത് ഒട്ടിപ്പിടിച്ചിരിക്കും. നമുക്ക് ഇടുകയല്ലേ. ഇതിന് വലിയ പീസ് നോക്കി, ഇത് വലിയ പീസ് തന്നെ, ഇത് കുഴപ്പമില്ല. ഉണ്ടോ സൗണ്ട് കേൾക്കുന്ന കേട്ടില്ലേ? കൈ കൊണ്ടെടുത്ത് അങ്ങനെ സൗണ്ട് കേൾക്കണം. ഇതാണ് കറക്റ്റ് പാകം അല്ലേ? കൈ കൊണ്ട് എടുത്തിട്ടാൽ മതി. ഞാൻ മുഖത്ത് കൈ തൂത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നീറും, പണി കിട്ടും. അതുകൊണ്ടാണ് സ്പൂണ് നേരത്തെ ഒന്ന് ഞാൻ തൂത്തപ്പോൾ എനിക്ക് മുഖത്ത് നല്ലോണം നീറി. വേഗം ഇടാമെങ്കിൽ അത്ര നല്ലത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെച്ചിട്ടാണോ? ഇപ്പോൾ ഇടുമ്പോൾ ഫുള്ളിൽ വെക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് ഒന്ന് കുറയ്ക്കണം. ഇപ്പം കുറച്ചൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. ഇട്ടിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 മിനിറ്റ് നമ്മൾ അത് ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം.
ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറയ്ക്കാം. കുറച്ചിടാം. അപ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിന് മുമ്പ് മറിച്ചിടില്ല, അപ്പോൾ മസാല ഇതിൻ്റെ ഗ്രേവി എല്ലാം അതിൽ കലങ്ങിപ്പോവും. അങ്ങനെ ആകുമ്പോൾ ഉണ്ടോ കളർ വന്ന് നമ്മൾ മരത്തിൻ്റെ സ്പൂണാണ് വേണ്ടത്. ഇപ്പം ഞാനിത് കിട്ടിയപ്പോൾ ഇതെടുത്തത് ആ മരത്തിൻ്റെ ഇതില്ലേ തവിയില്ലേ അത് പറ്റും. പിന്നെ ഇതും കുഴപ്പമില്ല. ഇത് ഞാനിങ്ങനെ എണ്ണ പോകാൻ വേണ്ടി ഇങ്ങനെ മെല്ലെ അങ്ങ് മറിച്ചിടാം. ഇത്രയും ആകുമ്പോഴത്തേക്കും ഈ തീ ഒന്ന് കൂട്ടി കൊടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാനാണ് തീ അന്നേരം കുറച്ചത്. പെട്ടെന്ന് പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ ഏറ്റവും പ്രത്യേകത. കുറേ നമ്മൾ കുറച്ച് നേരം അതുപോലെ തന്നെയാണ് നാരങ്ങ നിർബന്ധമാണ്. നാരങ്ങ ഇല്ലെങ്കിൽ തൈരോ വിനാഗിരിയോ അതെങ്കിലും ചേർക്കണം. നാരങ്ങയാണ് ഏറ്റവും നല്ലത്. സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ഒരെണ്ണോ അതിൽ കൂടുതലോ വേണമെങ്കിൽ ചേർക്കാം, കുഴപ്പമില്ല. ഇത് ചിക്കൻ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ അരിപ്പ പാത്രം ഇത് എന്തിനാ വെച്ചാൽ എണ്ണ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. നമുക്ക് ആദ്യം ഇട്ടതൊക്കെ അങ്ങ് എടുക്കാവേ. കണ്ടോ ഇതിപ്പം പാകത്തിനായിട്ടുണ്ട്. കരിയണ്ട, അതിന് മുമ്പ് തന്നെ നമ്മൾ കോരിയെടുക്കാം. ആദ്യം ഇട്ടത് ആദ്യം അങ്ങ് എടുത്താൽ മതി. ഉള്ളു വെന്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ കുറച്ച് എണ്ണയും കൂടെ അപ്പോഴത്തേക്ക് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കഴിച്ചിട്ട് പറയാം. എല്ലാരും പറയുന്ന പോലെ വായിൽ വെക്കാതെ പറയല്ലേ. അതിന് മുന്നേ ഒരു പീസ് ഞാനെടുത്ത് കഴിച്ചല്ലേ. മറ്റേ വെറുതെ ഓരോരുത്തർ പറയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചേച്ചീനെ നിർത്തി പൊക്കി പറയല്ല, അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടോ? സത്യല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഇടാം അല്ലേ? ഒരു പ്രാവശ്യം കൂടെ ഇടുകയാണ്. അത് ഈ എണ്ണ ഒന്നും കൂടി തിളച്ചോട്ടെ. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുമ്പോഴത്തേക്കും ഇപ്പം തിളയ്ക്കും. ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആവും. ഒരു കഷ്ണം ഇടുമ്പോൾ കണ്ടോ സൗണ്ട് കേൾക്കുന്ന അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് നിറച്ചു നമുക്ക് ഇടാവേ. ഒരു പ്രാവശ്യം നിറച്ചിടാം. നെയ്യൊന്നും ഇല്ലാത്ത കഷ്ണം നോക്കി ഇത് അവർ വെട്ടി തരുമ്പോൾ നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് വലിയ പീസാക്കണ്ട. അത് റോസ്റ്റിനാണ് വലിയ പീസാക്കുന്നത്. നമ്മൾ 65-ന് ഇങ്ങനെ ചിക്കൻ പൊരിച്ചത് എല്ലാവരും ഉണ്ടാക്കും. എല്ലാവരും ചിക്കൻ ഫ്രൈയും ചിക്കൻ റോസ്റ്റ് അങ്ങനെ പല വിധത്തിൽ ചിക്കൻ പൊരിച്ചതുണ്ട്. പക്ഷേ ഈ 65-ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതും കൂടെ ഇനി ആയി വരണം അല്ലേ? ഇതുകൂടെ ആയിട്ട് നമുക്ക് കുറച്ച് പച്ചമുളകും ഈ എടുത്ത് വെച്ച പച്ചമുളകും ഇങ്ങനെ പച്ചമുളകും ഇതേപോലെ ഒന്ന് നീളത്തിൽ പച്ചമുളകും കറിവേപ്പിലയും അതിലിട്ടിട്ടൊന്ന് ഇതിൻ്റെ ഒരുമിച്ചാണോ ഇടുക? അല്ല, ഇതെടുത്ത് കഴിയുമ്പോൾ പച്ചമുളക് കോരെടുക്കാം. ഇത് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പച്ചമുളക് അരിഞ്ഞു വെച്ചേക്കാണ്. ഇതും ഈ കറിവേപ്പിലയും കൂടെ പച്ചമുളകും ജസ്റ്റ് ഒന്ന് കറിവേപ്പില അതിലിട്ടിട്ടൊന്ന് കോരിയെടുക്കാം. പച്ചമുളക് ഇത്ര ആയാൽ മതി. എനിക്ക് കൂടുതലായപ്പം കരിഞ്ഞു പോകും. വേഗം എടുക്കണം. ഇപ്പം തീ എനിക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ട് അത് നമുക്ക് ഇത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഗാർണിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. കഴിച്ചോക്കെ. പീസും അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയത് കഴിക്കുക? ഉള്ളി എടുത്തിട്ട് കഴിക്കണോ? നാരങ്ങ അല്ലേ? ഈ നാരങ്ങ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കുരുല്ലാതെ ഇതിങ്ങനെ അങ്ങ് പിഴിയണം. ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മേലെ കൂടെ നാരങ്ങ അങ്ങ് പിഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് വെച്ച് കഴിക്കുക. എടുത്ത് നമുക്ക് കഴിച്ച് നോക്കാം.
അടിപൊളി. അപ്പോൾ എരിവൊക്കെ ഉണ്ടെങ്കിൽ അത് ഒതുങ്ങിക്കോളും. നാരങ്ങ ഒഴിക്കുമ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്, ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവും ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ചെറിയ പല്ലില്ലാത്ത കുട്ടികൾക്കും വയസ്സായവർക്കും ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ചേച്ചി ഡെക്കറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ്, നല്ല സോഫ്റ്റ് ആയിട്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ്. ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സും എല്ലാം ഫോളോ ചെയ്തിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു രുചിക്കൂട്ടുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.